ഇന്ന് ടെറസിൽ നടാൻ പോകുന്നത് നമ്മൾക്കെല്ലാവർക്കും ഇഷ്ടമുള്ള പപ്പായും അതുപോലെ തന്നെ ചേമ്പുമാണ് കേട്ടോ. അതും ഫ്രിഡ്ജിൻ്റെ ബോക്സിലാണ് ഇന്ന് നടാൻ പോകുന്നത്. 2 തൈകൾ ഒരുമിച്ച് നട്ട് നോക്കാം. രണ്ടും നമ്മളൊരു കറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആ കറിയും ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ അതിന് മുന്നേ നിങ്ങളോടായിട്ട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് പൂച്ചെടികൾ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പൂച്ചെടികളാണോ കൂടുതൽ ഇഷ്ടം അതോ പച്ചക്കറികളാണോ കൂടുതൽ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ താഴെയുള്ള പപ്പായയുടെ മുകളിൽ നിറച്ചും ഓമക്കായ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ വിത്ത് ഞാൻ ഇവിടെ കൊടുന്നിട്ടിട്ട് ഒരുപാട് തൈകൾ മുളച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണിയാൽ തീരാത്ത അത്ര തൈകളാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും ഇങ്ങനെ നടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിന്ന് ഉപയോഗിക്കുന്നത് ഫ്രിഡ്ജിൻ്റെ ബോക്സാണ്. ഈ ഫ്രിഡ്ജിൻ്റെ ബോക്സ് ഞാൻ മേടിച്ചത് ആക്രിക്കാരുടെ കയ്യിൽ നിന്നാണ്. 150 രൂപ കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഫ്രിഡ്ജിൻ്റെ ബോക്സ്. ഒരെണ്ണത്തിന് 150 രൂപ. അങ്ങനെ ഞാനൊരു 3 എണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിലിടാൻ പോകുന്നത് കരിയിലയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ബേസായിട്ട് ചകിരി ഇട്ട് കൊടുത്ത്, പിന്നെ ഇഷ്ടംപോലെ കരിയിലുണ്ട് നമ്മുടെ കയ്യിൽ. മാവിൻ്റെ കരിയിലാണ് കേട്ടോ. കരിയില ഏതുമായാലും ഇട്ട് കൊടുക്കുക. പലരും കമൻറ്റിലൂടെ സംശയം ചോദിക്കുന്നുണ്ട്, പിന്നെ ഒരുപാട് വേറെ ചെടികളുടെയൊക്കെ കരിയിലകൾ ഇടാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഇടാം കേട്ടോ. കരിയില എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഇലകളിലെ കരിയില എന്ന് പറയും. ഇപ്പോൾ ഏത് ഇലകളും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതാ കടയിൽ നിന്ന് ഒരുപാട് പച്ചക്കറിയുടെ വേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അലുത്ത് പോയതാണ്. അപ്പോൾ നമ്മൾ അതെല്ലാം ഇട്ട് ഇനി നമുക്കൊരു പപ്പായ തൈ നടണം. ഈ പപ്പായ തൈ നിൽക്കുന്നത് വേറൊരു പെയിൻറ്റിൻ്റെ ബക്കറ്റിലാണ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ വളർത്തിയെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഈ പെയിൻറ്റിങ് ബക്കറ്റ് ചെറുതായിട്ട് ദ്രവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ മുന്നത്തെ പെയിൻറ്റിങ് ബക്കറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് ആ മണ്ണ് കൊടുക്കാനെ തന്നെ ഞാൻ ഇതിലേക്ക് മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി കുറച്ച് നമ്മുടെ കരിയില കമ്പോസ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ അതിൻ്റെ ചുറ്റിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്ര പണിയുള്ളൂ. നമുക്കൊരു തൈ പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൽ പ്രത്യേകിച്ച് മണ്ണൊന്നുമില്ല. നമ്മൾ ആ ചട്ടിയിലുണ്ടായിരുന്ന ആ ബക്കറ്റിലുണ്ടായിരുന്ന മണ്ണ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതെല്ലാം നമുക്ക് മണ്ണായിട്ട് ദ്രവിച്ച് പോകുന്നോളും. ഇടയ്ക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ പപ്പായ ഒന്ന് പിടിച്ച് കിട്ടുന്നത് വരെയാണ് നല്ല നനവ്, ചീഞ്ഞു പോവും. അപ്പോൾ അധികം നനക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ അതേ മെത്തേഡിൽ തന്നെ ഫ്രിഡ്ജിൻ്റെ മറ്റേ ഭാഗത്തേക്ക്, അപ്പോൾ ഈ പപ്പായ നട്ടത് ഫ്രീസർ വരുന്ന ആ ഒരു ഏരിയയിൽ അപ്പോൾ അതിലാണ് നട്ടത്. അപ്പോൾ ഇത് ഇനി കുറേ ചേമ്പ് ഒരുപാട് ചാക്കിലുണ്ട് കേട്ടോ. കുറേ ചേമ്പുണ്ട്. അപ്പോൾ ഞാൻ ചേമ്പുണ്ടാൾ കറികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചേമ്പുണ്ടാൾ വെച്ചിട്ടുള്ള കറി. അപ്പോൾ ഞാൻ ആ ചേമ്പിൻ്റെ ചാക്കൊക്കെ ദ്രവിച്ചു. അപ്പോൾ ഞാനതൊന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് നടാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ കുറച്ച് ചേമ്പൊക്കെ എനിക്ക് ആ ചാക്കിൽ നിന്ന് കിട്ടിയിട്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഒരു നല്ല അടിപൊളി കറിയുണ്ട്. അപ്പോൾ നമ്മുടെ മോന് മെഹദ് വന്നിട്ടുണ്ട് കേട്ടോ. പെരുന്നാളിൻ്റെ ലീവിൽ വന്നതാണ്. അപ്പോൾ അവനും ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ ഇഷ്ടമാണ്. പെരുന്നാൾ കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസമാണ് ഞങ്ങൾ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഒരുപാട് ചേമ്പും അതുപോലെ തന്നെ കുറച്ച് ചേമ്പും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട്, ഞാനിപ്പോൾ ഇത് രാവിലെയാണ് ഇതെല്ലാം എടുക്കുന്നത്. അപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവൻ അതായിട്ട് താഴത്തേക്ക് പോയി. അപ്പോൾ ആർക്കാ അത് കൊടുക്കേണ്ടത്, ഇന്ന് എപ്പോഴാണ് വരിക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ അവൻ്റെ പിന്നാലെ ഒന്നും മാറില്ല. അപ്പോൾ ഇന്ന് പിന്നാലെ ഇങ്ങനെ നടക്കും. അപ്പോൾ അവൻ്റെ കയ്യിൽ അത് കൊടുത്തിട്ട് അവൻ താഴത്തേക്ക് പോയി. കടയിലൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവനങ്ങനെ താഴത്തേക്ക് പോയിട്ട്, അപ്പോൾ വൈകുന്നേരമാണ് പിന്നെ ഇത് നടുന്നത്. കുറേ ചേമ്പിൻ്റെ കട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം നട്ട് വെക്കാം. ഒരു 10ഓളം ചേമ്പും കടയാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഇതിൽ തന്നെ നട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വീണ്ടും ഒരു പപ്പായ തൈ ഇതിൻ്റെ നടുവിൽ കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേമ്പിന് അധികം വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ നടുവിൽ സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാണിക്കുന്നില്ല. ഞാൻ വീണ്ടും ഒരു പപ്പായ തൈയും കൂടി ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആ സെയിം മെത്തേഡിൽ തന്നെ അത് ആദ്യം ചകിരി ഇട്ടു, പിന്നെ കരിയിലിട്ടു, പിന്നെ പച്ചക്കറിയുടെ കുറേ വേസ്റ്റ് ഇട്ടു. അങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഇതും ചെയ്തിട്ടുള്ളത്, ഈ പൊട്ടി മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മണ്ണ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മണ്ണെന്ന് പറഞ്ഞത് നമ്മുടെ കരിയില കമ്പോസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ ആക്കി വെച്ചിട്ടുള്ള കരികളുടെ കമ്പോസ്റ്റാണ് നമ്മൾ മണ്ണായിട്ട് മുകളിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത്ര പണിയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ 2 പപ്പായ നടുന്നതും ചേമ്പ് നടുന്നതും അടിപൊളിയായിട്ട് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പിടിച്ച് വരലൊക്കെ ഇവരുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ നനച്ചു കൊടുക്കുക, നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക. പിന്നെ ഇടയ്ക്കൊക്കെ നല്ല ഓർഗാനിക്കായിട്ടുള്ള വളങ്ങളും കൊടുക്കുക. അപ്പോൾ താഴെ നിൽക്കുന്ന പപ്പായ ഒരു 2 എണ്ണം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ ചേമ്പും താളും അതുപോലെ ചേമ്പും വെച്ചിട്ടൊരു സിമ്പിൾ കറി ഞാനിതിൽ കാണിക്കുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലത്തെ കറികൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ചേമ്പും താളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതിൽ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ടുണ്ട് കേട്ടോ. കുക്കറിലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ കഷ്ണങ്ങളാക്കി അതുപോലെ ചേമ്പും കഴുകി വൃത്തിയാക്കിയിട്ട് ചേമ്പും അതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ഓമക്കായയാണ് ഇടേണ്ടത്. അതും ഓമക്കായ ഒരു 2 എണ്ണം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. 2 ചെറിയ ഓമക്കായാണ് കേട്ടോ. അപ്പോൾ അത് 2 എണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കഴുകിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഈ ഒരു കറി നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഉണ്ടാക്കണതല്ല കേട്ടോ, ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ തേങ്ങ ഒന്നും ഉപയോഗിക്കണില്ല കേട്ടോ. തേങ്ങ ഒന്നും ഇല്ലാതെയാണ് വെറുതെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓമക്കായയും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി ഇതിലിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് വേണം ഇത് വേവിക്കാൻ. അപ്പോൾ കുക്കറിൽ ഒരു 2-3 വിസിൽ, ചേമ്പ് വേവാനുള്ള വിസിൽ വേണം. പിന്നെ ഈ ഓമക്കായും താളൊക്കെ നന്നായിട്ട് വെന്തുടയും വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ നാടൻ കറിയാണിത്. നന്നായിട്ട് വിസിലടിച്ചിട്ട് വേവിക്കാം. എന്നിട്ട് ഇത് താളിപ്പ് എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക്, മുളക്, വേപ്പില പൊട്ടിച്ചിട്ട് ഇത് നമ്മുടെ വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ.